7 ഘട്ടങ്ങളിലായി നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൽ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് NDAയും LDFും UDFും മത്സരിച്ചത്. അതിൽ BJP ആകട്ടെ 6 A+ മണ്ഡലങ്ങൾ മുന്നിൽ കണ്ടു. UDF ആകട്ടെ 20-ൽ 20 വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ. LDF കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച രീതിയിൽ സീറ്റുകൾ കൈക്കലാക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. പക്ഷേ ചൂടും മറ്റു പല കാരണങ്ങളാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം 5% താഴെയാണ് നിൽക്കുന്നത്. അതായത് ജനങ്ങൾ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ കാര്യമായ രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിട്ടില്ലെന്ന സാരം. കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം കൂടുന്നത് എല്ലാ കാലത്തും UDFന് അനുകൂലമായൊരു തരംഗമാണ് സൃഷ്ടിക്കാറ്. എന്നാൽ ഇക്കുറി പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ്. അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പരാതിപ്പെട്ടിട്ടുമുണ്ട്. എന്താണ് ശതമാനം കുറയുവാനുള്ള കാരണങ്ങൾ? ആ പോളിംഗ് ശതമാനം കുറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് കടുത്ത ചൂട് തന്നെയാണ്. ഒപ്പം ജനാധിപത്യപരമായ പ്രക്രിയയോട് ജനങ്ങൾക്ക് കാര്യമായ രീതിയിലൊരു വിശ്വാസ്യത ഇല്ല എന്നുള്ളതും കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് കാര്യമായ മുൻതൂക്കം ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് LDF പാളയങ്ങളിലെ നേതാക്കന്മാരും പ്രവർത്തകരും. ചിഹ്നം സംരക്ഷിക്കുവാൻ വേണ്ടി കൂടി നടത്തുന്ന തെരഞ്ഞെടുപ്പ് എന്ന തരത്തിൽ തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി വോട്ടിംഗ് ബാങ്കുകളിലേക്ക് എത്തിക്കുവാൻ കാര്യമായ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് LDF. ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും പ്രവർത്തകരോട് ഓരോ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി. ശേഷം ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ജയിക്കുവാൻ സാധിക്കും എന്ന ചോദ്യം കാര്യമായ രീതിയിൽ ആശയക്കുഴപ്പം ഇടതുപക്ഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും 20-ൽ 20 ജയിക്കണമെന്ന ആത്മവിശ്വാസത്തിൽ മത്സരിക്കുന്ന LDFനും കാര്യമായ രീതിയിൽ സീറ്റുകൾ കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. ഇടതുപക്ഷം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത് CPMന് 6 സീറ്റുകളും CPIക്ക് 2 സീറ്റുകളുമാണ്. CPM പറയുന്ന 6 സീറ്റുകൾ ആറ്റിങ്ങലും പാലക്കാടും ആലത്തൂരും കണ്ണൂരും കാസർഗോഡുമാണ്. ആറ്റിങ്ങലിൽ വി ജോയിയും അടൂർ പ്രകാശും മത്സരിക്കുമ്പോൾ ആദ്യഘട്ടം മുതലേ പ്രീപോൾ സർവേകളിലെല്ലാം മുൻതൂക്കമുണ്ടായിരുന്നത് അടൂർ പ്രകാശിനാണ്. അങ്ങനെ കോൺഗ്രസ് ആധിപത്യമുണ്ടായിരുന്ന ആറ്റിങ്ങലിൽ ഇക്കുറി എന്തായാലും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. അങ്ങനെ തന്നെയാണ് കണക്കുകൂട്ടലും. ഇടതിൻ്റെ ഉരുക്കുകോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ അനിരുദ്ധൻ സമ്പത്ത് എന്ന സമ്പത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടൂർ പ്രകാശ് വിജയിച്ചു വന്നത് 2019 തരംഗത്തിൽ മാത്രമാണെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷം നിലനിൽക്കുന്നത്. എന്നാൽ മറ്റാരെ കൊണ്ടും സാധിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ ആറ്റിങ്ങലിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ 2024 താൻ തന്നെ MP ആയി വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം M5 ന്യൂസിനോടും മറ്റു പല മാധ്യമങ്ങളോടും പ്രകടിപ്പിച്ചിരുന്നു. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ഉള്ളത്. എന്നാൽ കൈവിട്ടുപോയ ആറ്റിങ്ങൽ വി ജോയിലൂടെ തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ശബ്ദത്തിൽ തന്നെയാണ് CPM പറയുന്നത്. വർക്കല MLA ആയിരുന്ന വി ജോയി ആറ്റിങ്ങലിൽ വിജയിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൻ്റെ പുറത്തു തന്നെ വർക്കലയിൽ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുവാനുള്ള നീക്കങ്ങളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് പാലക്കാടാണ്. ആറ്റിങ്ങലിനെ പോലെ ഇടതിൻ്റെ ഏറ്റവും ശക്തമായ ഉരുക്കുകോട്ടയായി നിലനിന്നിരുന്ന പാലക്കാട് VK ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക ജില്ലാ നേതാവ് അദ്ദേഹം പാലക്കാട് തിരിച്ചുപിടിക്കുകയായിരുന്നു. പാലക്കാട് പരാജയപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് 2019 ഇടത് മത്സരിച്ചിരുന്നത്. ഇതുപോലെ തികഞ്ഞ ആത്മവിശ്വാസവും അന്ന് LDF പാളയങ്ങൾ പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പാലക്കാട് തിരിച്ച് തങ്ങളിലേക്ക് തന്നെ അടുക്കുകയാണ് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാണ് CPM പാളയങ്ങൾ പറയുന്നത്. താഴെത്തട്ടിലുള്ള കണക്കുകളും ജില്ലാ നേതൃത്വങ്ങൾ നൽകുന്ന മറ്റ് വിവരങ്ങളും CPMന് കാര്യമായ രീതിയിലുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്. അതുകൊണ്ട് പാലക്കാട് തങ്ങൾ തന്നെ വിജയിക്കുമെന്ന് അടിയുറച്ച് പറയുന്നു LDF. വിജയരാഘവൻ തിരിച്ചുപിടിക്കും പാലക്കാട്, അത് തീർച്ചയാണ് എന്ന് തന്നെ CPM പലവരും പറയുന്നുമുണ്ട്. മറ്റൊന്ന് ആലത്തൂരായിരുന്നു. അങ്ങനെയൊന്നും UDFനെ കൊണ്ട് തിരിച്ചുപിടിക്കുവാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി കരുതിയിരുന്ന ആലത്തൂരിൽ പാട്ടുപാടിയാണ് രമ്യ ഹരിദാസ് വിജയിച്ചു വന്നത്. UDFന് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിജയങ്ങളിലൊന്നായിരുന്നു ആലത്തൂരിലെ രമ്യ ഹരിദാസിൻ്റെ വിജയം. എന്നാൽ 2024 അത് ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് CPM പറയുന്നത്. പക്ഷേ 2024 പാട്ടുപാടി തന്നെ രമ്യ ഹരിദാസ് വിജയിച്ചു വരുമെന്നും ഒപ്പം വികസനത്തിൻ്റെ ആത്മവിശ്വാസവും
രമ്യ ഹരിദാസിനുണ്ട് എന്നുമാണ് UDF പറയുന്നത്. CPMന്റെ കണക്ക് കൂട്ടലുകളിൽ ആറ്റിങ്ങലും പാലക്കാടും ആലത്തൂരും UDFന്റെ കണക്കുകൂട്ടലുകളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളാണ്. മറ്റൊന്ന് കണ്ണൂരാണ്. കുമ്പക്കുടി സുധാകരൻ എന്ന K സുധാകരനിലൂടെ കണ്ണൂർ വീണ്ടും നിലനിർത്തുവാൻ വേണ്ടി UDF ശ്രമിക്കുമ്പോൾ MV ജയരാജൻ എന്ന ഇടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂർ തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളുടെ നാടാണ്. കണ്ണൂർ ഇടതിൻ്റെ ഹൃദയ നാടാണ്. ആ കണ്ണൂരിനെ തിരിച്ചുപിടിച്ച് അവിടെ ചെങ്കൊടി പാറിക്കുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി കണക്കുകൾ നിരത്തി CPM പറയുന്നു. സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും അറിയിക്കുന്നതും അതുതന്നെയാണ്. കണ്ണൂരും ആലത്തൂരിനും പാലക്കാടിനും ആറ്റിങ്ങലിനുമൊപ്പം ചേർത്ത് നിർത്തുകയാണ് CPM. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇടതിൽ നിന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചുപിടിച്ച ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി പക്ഷേ ഇടത് ജയിക്കുമെന്നാണ് CPM പറയുന്നത്. NV ബാലകൃഷ്ണൻ മാഷിലൂടെ ഇടതിൻ്റെ കോട്ടയാക്കി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് കാസർഗോഡ്. ആ കാസർഗോഡ് UDFൽ നിന്ന് തിരിച്ചുപിടിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ പറഞ്ഞത്. എന്നാൽ സർവേ ഫലങ്ങളെക്കാൾ മുകളിലാണ് ഇടത് നൽകുന്ന ആത്മവിശ്വാസം. കാര്യമായ വികസനവും ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനവും കാസർഗോഡേക്ക് രാജ്മോഹൻ ഉണ്ണിത്താനെ എന്നേക്കുമായി MP സ്ഥാനത്തേക്ക് ഉറപ്പിച്ചിരിക്കുന്നു എന്ന സർവേ ഫലങ്ങളും UDFും പറയുമ്പോഴും അങ്ങനെയൊന്നുമല്ല എന്നും തങ്ങളുടെ കോട്ടയായിരുന്ന കാസർഗോഡ് MV ബാലകൃഷ്ണനിലൂടെ തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കാര്യമായ രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് ഇടത് കോട്ടകൾ. CPM ഉറപ്പു പറയുന്ന 5 ലോക്സഭാ മണ്ഡലങ്ങൾ ആറ്റിങ്ങലും പാലക്കാടും ആലത്തൂരും കാസർഗോഡും കണ്ണൂരുമാണ്. ഇനി CPIക്ക് ഉറപ്പുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ ഒന്ന് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സുരേഷ് ഗോപിക്ക് വിജയസാധ്യത ഏറെയുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി NDA പ്രതീക്ഷിക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആദ്യത്തേതാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ ഇക്കുറി CPIയുടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ വിജയിക്കുമെന്ന് തന്നെയാണ് CPIയുടെ നേതാക്കന്മാർ പറയുന്നത്. തൃശ്ശൂരിനോടൊപ്പം ആത്മവിശ്വാസം ഏറെ പങ്കുവയ്ക്കുന്ന മറ്റൊരു ലോക്സഭാ മണ്ഡലം മാവേലിക്കരയാണ്. കാലങ്ങളായി കൊടിക്കുന്ന് സുരേഷ് വിജയിച്ചു വരുന്ന മാവേലിക്കരയിൽ യുവമുഖമായ CA അരുൺകുമാറിനെ കളത്തിലിറക്കി 7 മണ്ഡലങ്ങളും ഇടതിൻ്റെ MLAമാരുള്ള മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ചെറുപ്പക്കാരനായ CA അരുൺകുമാറിലൂടെ വീണ്ടും തിരിച്ചുപിടിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ CPI നിൽക്കുമ്പോൾ CPIയുടെ 2 സീറ്റും CPMന്റെ ഉറപ്പുള്ള 5 സീറ്റും ചേർത്ത് 7 സീറ്റുകളിലാണ് ആത്മവിശ്വാസത്തോടുകൂടി CPM അടിയുറച്ച് വിശ്വസിക്കുന്നത്. മറ്റ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വടകര അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ 5 മുതൽ 10 വരെ സീറ്റുകളിൽ CPM വിജയിച്ചു വരുമെന്ന് തന്നെയാണ് CPM നേതൃത്വം അറിയിക്കുന്നത്. എന്നാൽ CPM ആത്മവിശ്വാസം പ്രകടിപ്പിച്ച 7 ലോക്സഭാ മണ്ഡലങ്ങളിലും മറ്റ് 13 ലോക്സഭാ മണ്ഡലങ്ങളിലും കാര്യമായ തന്നെ രീതിയിൽ വിജയപ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കോൺഗ്രസ്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് കടുത്ത ചൂട് കൊണ്ടാണെന്നും കോൺഗ്രസ് വോട്ടുകളെ കൃത്യമായ രീതിയിൽ സ്വരുക്കൂട്ടുവാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് 20-ൽ 20 കോൺഗ്രസ് നേടുമെന്ന് പറയുന്ന ഇടത്താണ് ഇടതുപക്ഷം 5 മുതൽ 10 വരെ സീറ്റുകൾ ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പ് നൽകുന്നത്.